أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا رأيتهم تعجبك أجسامهم وإن يقولوا تسمع لقولهم كأنهم خشب مسندة يحسبون كل صيحة عليهم هم العدو فاحذرهم قاتلهم الله أنى يؤفكون. صدق الله العظيم. ബഹുമാനരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകൾ, ഹലാൽ ഹറാമുകൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി പാലിച്ചു ജീവിക്കുന്ന ഉത്തമദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അന്താരാഷ്ട്ര പണ്ഡിത സഭ മുസ്ലിം സമൂഹത്തിലെ എല്ലാ ഖത്തീബുമാരോടും ഗസയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാനും ഗസ വിഷയം മുസ്ലിം സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ ഒരിക്കൽ കൂടി കൊണ്ടുവരുവാനും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി അമീറും എല്ലാ ഖത്തീബുമാരോടും ഇന്നത്തെ ഖുതുബയിൽ ഗസയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാനും വിഷയം ഉന്നയിക്കുവാനും ഒക്കെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ഖുതുബ ഗസയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ പങ്കുവെക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ 3 സൗഭാഗ്യങ്ങൾ എന്ന തലക്കെട്ടിലാണ് നടത്തിയിരുന്നത്. അതിലൊരു സൗഭാഗ്യത്തെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. 3 സൗഭാഗ്യങ്ങളിൽ ഒന്ന് നന്ദിയുള്ള മനസ്സാണ്, ഖൽബുൻ ഷാക്കിർ. അതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നത്. മറ്റൊന്ന്, രണ്ടാമത്തെ സൗഭാഗ്യം എപ്പോഴും ലിസാനുൻ ദാക്കിർ, എപ്പോഴും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന നാവ്. മൂന്നാമത്തെ, ഒരു മനുഷ്യ ജീവിതത്തിൽ ലഭിക്കാവുന്ന സൗഭാഗ്യം ദീനീ കാര്യങ്ങളിൽ ഒരു പുരുഷനെ സഹായിക്കുകയും ഉണർത്തുകയും സൂചനകൾ നൽകുകയും ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഭാര്യ, നല്ല ഭാര്യ. ഇൻഷാ അല്ലാഹ് ഈ 2 സൗഭാഗ്യങ്ങളെ സംബന്ധിച്ച് പിന്നീട് പരാമർശിക്കുന്നതാണ്. ഇന്നത്തെ ഖുതുബ ഗസക്കാർക്ക് വേണ്ടി വിനിയോഗിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഗസയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഖൽബിൽ വേദന അങ്ങേയറ്റം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമാണ്. 600 കോടി മനുഷ്യരെ നോക്കുകുത്തികളാക്കി ഇസ്രായേൽ എന്ന ഗുണ്ട രാഷ്ട്രം, മാടമ്പി രാഷ്ട്രം, ആ രാഷ്ട്രം ഗസയെ ശവപ്പറമ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കെട്ടിടങ്ങളെല്ലാം തകർത്ത് തരിപ്പണമായി കഴിഞ്ഞിരിക്കുന്നു. 22 ലക്ഷത്തോളം വരുന്ന ആളുകൾ തിങ്ങി താമസിക്കുന്ന ലോകത്തെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ പട്ടണമാണ് ഗസ. ഏതാനും കിലോമീറ്ററുകൾ വീതിയും നീളവും ഉള്ള ഒരു രാഷ്ട്രം. ആ രാഷ്ട്രത്തിലെ എല്ലാ ബിൽഡിങ്ങുകളും തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞിരിക്കുന്നു. 60,000-ലേറെ മനുഷ്യരെ കൊന്നൊടുക്കി. അതിൽ 20,000-ഓളം കുട്ടികളാണ്, 20,000-ഓളം സ്ത്രീകളാണ്, ബാക്കിയുള്ളവർ വയസ്സന്മാരാണ്, വൃദ്ധരാണ്, ചില ചെറുപ്പക്കാരും ഒക്കെയും അതിലുണ്ട്. വംശീയ ഉന്മൂലന യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം 19 മാസം പൂർണ്ണമാവുകയാണ്. ഒരു ദയയും കാണിക്കാതെ കിരാതമായ വാഴ്ച ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം നടത്തിക്കൊണ്ടിരിക്കുന്നു. പട്ടിണി വ്യാപകമായി കൊണ്ടിരിക്കുന്നു.
പുല്ലും ഇലയും മൃഗങ്ങളുടെ കാലിത്തീറ്റയും ഒക്കെ ഭക്ഷിച്ചുകൊണ്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത്. അതും ഇപ്പോൾ ഭക്ഷിക്കാനില്ല. ചില സന്ദർഭങ്ങളിലൊക്കെ ഗസയിലെ നിവാസികൾ പണ്ഡിതന്മാരോട് ഫത്വ ചോദിച്ചു. ഹൽ നജൂസ് അൻ നഅകുൽ ലഹ്മൽ ഖിത്ത്, പൂച്ചയുടെ മാംസം ഞങ്ങൾക്ക് തിന്നാൻ പറ്റുമോ? ഒരു ഘട്ടത്തിൽ ഗസ നിവാസികൾ പണ്ഡിതന്മാരോട് ഫത്വ ചോദിച്ചിട്ടുണ്ട്. വിശപ്പ് സഹിക്കാനാവാതെ കുട്ടികൾ വാവിട്ട് കരയുന്നു. ഒരു റൊട്ടിക്കഷണത്തിന് വേണ്ടി മരണപ്പാച്ചിൽ ഓട്ടം നടത്തുകയാണ് അവർ. ഭക്ഷണത്തിന് വേണ്ടി ഓടുന്നവരെ പോലും, ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ആ ക്യൂവിൽ പോലും ബോംബ് വർഷിക്കാൻ ഒരു ദയയും ഇല്ലാത്തൊരു വിഭാഗമാണ് ജൂതർ. ജൂത ഭീകരത അത് പഠിക്കേണ്ടതാണ്. കഴിഞ്ഞുപോയ സമൂഹത്തിലൊക്കെ പ്രവാചകന്മാരെ കൊല്ലുവാൻ ഒരു കയ്യറപ്പുമില്ലാത്ത ഒരു വിഭാഗമാണ് യഹൂദികൾ. അവരിൽ നല്ലവരുണ്ട്, അവരിൽ കെട്ടവരുമുണ്ട്. കെട്ടവരാണ് കൂടുതൽ. അതുകൊണ്ട് അവരാണ് സയനിസ്റ്റുകൾ ഇന്ന് എന്ന പേരിൽ ഇന്ന് അറിയപ്പെടുന്നത്. അവർ ഇന്ന് ഗസയിൽ നടത്തുന്ന ഭീകരതയാണ് നാം പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അൽ ജസീറ ലേഖകൻ ഒരു സന്ദർഭത്തിൽ മുസ്ലിം ലോകത്തോട് പറഞ്ഞു, ഒരു ദിവസം പ്രഭാതത്തിൽ ഞങ്ങൾ ഗസയിലെ കുട്ടികളെയും ഗസയിലെ മനുഷ്യരെയും ഒക്കെ കണ്ടുമുട്ടി. അവർ ഞങ്ങളോട് സാധാരണ പലപ്പോഴും ഒക്കെ പറയാറുള്ളത് സവാഹൽ ഖൈർ എന്ന് പറയുന്ന ഗസയിലെ ജനങ്ങൾ ഇപ്പോൾ ഞങ്ങളെ കാണുമ്പോൾ അവർ പറയുന്നത് സബാഹൽ ജൂഅ എന്നാണ് പറയുന്നത്. വിശപ്പിന്റെ പ്രഭാതം എന്നാണ്, പട്ടിണിയുടെ പ്രഭാതം എന്നാണ് ഞങ്ങൾ പറയുന്നത്. മാദാ തുജീബൂൻ, ഈ വിഷയത്തിൽ എന്ത് ഉത്തരമാണ് നിങ്ങൾക്ക് നൽകുവാനുള്ളത്? ഒരു നേരത്തെ പ്രാതലിന് വേണ്ടി ഒരു അൽ ജസീറ ലേഖകൻ പറയുകയാണ്, ഒരു നേരത്തെ പ്രാതലിന് വേണ്ടി ഞാനും എന്റെ സഹപ്രവർത്തകരും ഭക്ഷണം അന്വേഷിച്ച് നടന്നു. ഭക്ഷണം കിട്ടിയില്ല. ഈ വിവരം ലോകം മൊത്തം അറിയിച്ചു അൽ ജസീറ ചാനൽ പ്രതിനിധി. അദ്ദേഹത്തിന്റെ ഈ വാർത്ത കേട്ട ലോകത്തെ ആക്ടിവിസ്റ്റുകൾ എല്ലാവരും മുസ്ലിം ലോകത്തോട്, അറബ് ലോകത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അലാ തുഹർരികു മിസ്ലു ഹാദിഹിൽ മശാഹിദ് ഖുലൂബൽ ഹുകൂമാത്തിൽ അറബിയ്യ വൽ ഇസ്ലാമിയ്യ ലിതഖൂമ വലൗ ബിരിദ്ദത്തി ഫിഅലിൻ ബസീത. ഈ കാഴ്ച കണ്ടുകൊണ്ട് ഒരു നേരത്തെ അന്നം ലഭിക്കുവാൻ വകയില്ലാതെ മരണപ്പാച്ചിലോടുന്ന ഗസയിലെ ബഹുജന സമൂഹത്തെ കണ്ടുകൊണ്ട് ലോകത്തെ ആക്ടിവിസ്റ്റുകൾ, മനസ്സ് പുകയുന്ന ആളുകൾ, അവർ ചോദിച്ചു, ഈ കാഴ്ച കണ്ടുകൊണ്ട് അറബ് ഭരണാധികാരികൾക്കും മുസ്ലിം സമൂഹത്തിനും ഇളകാൻ ഇനിയും സമയമായില്ലേ? നിങ്ങൾ ആരെയാണ് കാത്തിരിക്കുന്നത്? നിങ്ങൾ എന്താണ് ഇളകാതിരിക്കുന്നത്? വല്ലാത്തൊരു ചോദ്യമാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം നാടിന്റെ അതിർത്തി പോലും തുറന്നു കൊടുക്കാൻ കഴിയാത്ത മരപ്പാവകളായി അറബ് ഭരണാധികാരികൾ, അറബ് സമൂഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിർത്തി പ്രദേശങ്ങളിൽ പല ഭാഗങ്ങളിലും ആയിരക്കണക്കിന് ലോഡുകൾ കിടക്കുകയാണ് ഭക്ഷണം. പക്ഷേ അതിർത്തി തുറന്നു കൊടുക്കാൻ ഈജിപ്തിന് കഴിയുന്നില്ല, ജോർദാന് കഴിയുന്നില്ല, ലഫയ്ക്ക് കഴിയുന്നില്ല. എല്ലാവരും മരപ്പാവകളായി നിൽക്കുകയാണ്. അതിർത്തി തുറന്നു കൊടുക്കാൻ ഇസ്രായേൽ പറഞ്ഞാലേ തുറന്നു കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഈ അർത്ഥത്തിൽ അറബ് ഭരണാധികാരികൾ മരപ്പാവകളായി കഴിഞ്ഞിരിക്കുന്നു. ഇതേ സംബന്ധിച്ചാണ് പരിശുദ്ധ ഖുർആനിന്റെ സൂചന. ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്ത്. ഇന്ന് അറബ് ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഭരണാധികാരികളും അറബ് സയനിസ്റ്റുകളാണ്, ക്രൂരന്മാരാണ്. ഇസ്ലാമിനോട് അല്പം പോലും ആദരവും സ്നേഹവും ഇല്ലാത്തവരാണ്. മസ്ജിദുൽ അഖ്സയ്ക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഗസ നിവാസികളോട് തരിമ്പും സ്നേഹമില്ലാത്തവരാണ് ഈ അറബ് ഭരണാധികാരികൾ. ഈ അറബ് ഭരണാധികാരികളെ സംബന്ധിച്ചാണ്, മുനാഫിക്കുകളെ സംബന്ധിച്ചാണ് പരിശുദ്ധ ഖുർആനിന്റെ പരാമർശം. വഇദാ റഅയ്തഹും തുഅജിബുക അജ്സാമുഹും. ഈ വിഭാഗം ആളുകളുടെ ശരീരം കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ആയിരക്കണക്കിന് റിയാലുകൾ വിലമതിക്കുന്നതാണ്. അവർ ഉപയോഗിക്കുന്ന സ്പ്രേ അതിനേക്കാൾ വിലമതിക്കുന്നതാണ്. അവർ തലയിൽ കെട്ടുന്ന ആ ഇഖാലുണ്ടല്ലോ, അത് അതിനേക്കാൾ വിലമതിപ്പുള്ളതാണ്. ശരീരമാകട്ടെ അതിനേക്കാൾ ഭയങ്കരമാണ്. ഖുർആൻ പറയുന്നു, വഇദാ റഅയ്തഹും, മുനാഫിക്കുകളെ പറ്റി പറയാണ്, വഇദാ റഅയ്തഹും തുഅജിബുക
അജ്സാമുഹും, ശരീരം കണ്ടാൽ, അവർ ധരിച്ച വസ്ത്രം കണ്ടാൽ, അവർ ഉപയോഗിക്കുന്ന അത്ര കണ്ടാൽ, അവർ കിടന്നുറങ്ങുന്ന റൂം കണ്ടാൽ, അവർ സഞ്ചരിക്കുന്ന വാഹനം കണ്ടാൽ നിങ്ങൾ ആ അത്ഭുതപ്പെടുത്തി കളയുന്നത്. അവർ എന്താണോ പറയുവാൻ ഉദ്ദേശിക്കുന്നത് അത് ജനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കും. അവരെ കേൾക്കുവാൻ ആളുകളുണ്ട്. അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സുലൂൽ എന്ന് പറയുന്ന മദീനയിലെ മുനാഫിക്കിനെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെ സംബന്ധിച്ചും ഇറങ്ങിയ ആയത്താണ് ഈ ആയത്ത്. അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സുലൂൽ മദീനയിലെ പൗരപ്രമുഖനാണ്. അദ്ദേഹത്തിന് ഒരുപാട് പരിവാരങ്ങളുണ്ട്. അദ്ദേഹം നാട്ടിലിറങ്ങിയാൽ ആളുകൾ അതിനെ പ്രത്യേകം നോക്കും. അദ്ദേഹത്തിന് എല്ലാവിധ ചുവന്ന പരവതാനി വിരിച്ചുകൊണ്ടിരിക്കും. എല്ലാം അദ്ദേഹത്തിന് ലഭിക്കും. കഅന്നഹും ഖുശുബും മുസന്നദ, കഅന്നഹും ഖുശുബുൻ. ഈ ടീമുണ്ടല്ലോ, ഇവർ മരത്തടികളാണ്. മരത്തടികൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു രക്ഷ ഉണ്ടാകുമായിരുന്നു അവർക്ക്. പക്ഷെ ഖുർആൻ ഒന്നുകൂടി ഒരു വിശേഷണം നൽകി. ഖുശുബുൻ മുസന്നദ, ചാരി വെച്ച മരത്തടികളാണിവർ. ഒരു ഉപകാരവും ഇവരെ കൊണ്ടുണ്ടാവുകയില്ല. ഈ ആയത്ത് അറബ് ഭരണാധികാരികൾക്കും അറബ് സമൂഹത്തിലേക്കുമാണ് ഈ ആയത്തിന്റെ സൂചന. ഒരു ഉപകാരവും ഈ അറബ് രാജാക്കന്മാരെ കൊണ്ടും അറബ് നാട്ടിലെ ജനങ്ങളെ കൊണ്ടും ഗസ നിവാസികൾക്ക് ഒരു പ്രയോജനവും ഇപ്പോൾ ലഭിക്കുന്നില്ല. എല്ലാവരും സുഭിക്ഷമായി ഷവായും ഷവർമയും മന്തികളും കുഴിമന്തികളും പല വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വയറ് നിറച്ച് തിന്ന് ഏമ്പക്കം വിട്ടുകൊണ്ട് ഈർക്കിളി പ്രത്യേകമായ കോൽ ഉപയോഗിച്ചുകൊണ്ട് മാംസം പല്ലിനിടയിൽ നിന്ന് തോണ്ടുമ്പോൾ, ഗസയിലെ മുസ്ലിം സമുദായം 3 മാസമായിട്ട് പട്ടിണിയാണ്. റമദാനിൽ തുടങ്ങിയ പട്ടിണിയാണ്. 3 മാസമായി അവർക്ക് കുടിക്കാൻ നല്ല ശുദ്ധവെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, കറണ്ടില്ല, നരകയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാഴ്ച കണ്ടിട്ട് പോലും ഈജിപ്തിനോ ജോർദാനോ അപ്പുറത്തുള്ള മറ്റ് സകല ടീമുകൾക്കും യാതൊരു പ്രയാസവും തോന്നുന്നില്ല. ഇതിനെ സംബന്ധിച്ചാണ് ഖുർആൻ പറയുന്നത്, കഅന്നഹും ഖുശുബും മുസന്നദ, മരത്തടി പോലെയാണവർ. മനുഷ്യത്വത്തിന്റെ മൂലവസ്തുവായ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം സയ്യിദ് അബുൽ അഅല മൗദൂദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറായ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ തഫ്ഹീമുൽ ഖുർആനിൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, മനുഷ്യത്വത്തിന്റെ മൂലവസ്തുവായ ധാർമ്മിക ചൈതന്യത്തിൽ നിന്ന് ഈ മുനാഫിക്കുകൾ മുക്തരാണ് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് അവരെ മരത്തോട് ഉപമിച്ചത്. അനന്തരം അവരെ ചുമരിൽ ചാരിവെച്ച വിറകിനോട് ഉപമിച്ചത് കൊണ്ട് അവർ തികച്ചും ഉപയോഗശൂന്യരാണെന്ന് വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് ചുമരിൽ ചാരിവെച്ച മരത്തടി എന്ന് പറഞ്ഞത്. ഒരു നല്ല തേക്കിന്റെ കാമ്പുള്ള ഒരു തേക്കിന്റെ കഷ്ണം ചുമരിൽ ചാരി വെച്ചാൽ അതിന് വല്ല ഗുണവും കിട്ടുമോ? വെറുതെ ചാരി വെച്ചാൽ എപ്പോഴാണ് ആ തേക്കിന്റെ നല്ല കാതലായ ആ കഷ്ണത്തിന് അതിന്റെ പ്രയോജനം ലഭിക്കുക? എപ്പോഴാണ്? അത് ചുമരിലേക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ, ജനാലയായി ഉപയോഗിക്കുമ്പോൾ, വാതിലായി ഉപയോഗിക്കുമ്പോൾ, അപ്പോഴാണ് അതിന്റെ പ്രയോജനം ലഭിക്കുക. പക്ഷേ ഈ മുനാഫിക്കുകൾ ഉണ്ടല്ലോ, ഇവർ ഖുശുബുൻ മുസന്നദ, ചുമരിൽ ചാരി വെച്ച മരത്തടി പോലെയാണ്. ഇത്രയും അറബ് സമൂഹം ഒന്നിച്ച് ഈ ഗസയുടെ ചുറ്റുഭാഗത്തുണ്ടായിട്ട് അവർ ഒന്ന് മൂത്രമൊഴിച്ചാൽ ആ മൂത്രത്തിൽ ഒലിച്ചു പോകാകുന്നതേ ഉള്ളൂ യഹൂദികൾ, സയനിസ്റ്റുകൾ. ഒരു പണ്ഡിതൻ അവരെ പറ്റി പറഞ്ഞത് അങ്ങനെയാണ്. എന്നിട്ട് പോലും ധീരത കാണിക്കുവാൻ കഴിയാത്ത മരപ്പാവകളായി, മരത്തടികളായി ഈ ഗസയ്ക്ക് ചുറ്റും അതിർത്തികളിൽ ഈ സമൂഹം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗസക്കാർ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഖുബൂസ് പോലും കിട്ടാതിരിക്കുന്ന അവസ്ഥ അനുഭവിക്കേണ്ടി വരുമെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല. പക്ഷേ ഇന്ന് ഗസയുടെ എല്ലാ ഭാഗവും പട്ടിണിയാണ്. പട്ടിണി മാത്രമല്ല, പട്ടിണി കൊണ്ട് നടക്കാൻ കഴിയാത്ത ആളുകളെ ഓടിപ്പിക്കുകയാണ്. നമ്മളൊക്കെ 1 ലക്ഷം കൊടുത്തുകൊണ്ടും 7 ലക്ഷം കൊടുത്തുകൊണ്ടും ഹജ്ജിന് പോയി, ഉംറയ്ക്ക് പോയി, കഅബ തവാഫ് ചെയ്യുമ്പോൾ ഗസക്കാർ, വടക്കൻ ഗസക്കാർ തെക്കൻ ഗസയിലേക്കും, തെക്കൻ ഗസക്കാർ വടക്കൻ ഗസയിലേക്കുമാണ് തവാഫ് ചെയ്യുന്നത്.
അത്ര നിഷ്ഠൂരമായ അവസ്ഥയാണ്, ക്രൂരമായ അവസ്ഥയാണ് ഇപ്പോൾ ഗസയിലുള്ളത്. വടക്കൻ ഗസ മൊത്തം വിശന്നു മരിക്കുന്നു എന്ന ഹാഷ്ടാഗിനാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചാരം. ഇൻസ്റ്റഗ്രാമിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കമന്റ് ഇങ്ങനെയാണ് അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്: നസീന ശക്ല തമാത്തിം വൽ ഖിയാർ വൽ ഫുൽഫുൽ വൽ ബഖാത്ത്. ഇന്ന് ഞങ്ങൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഞങ്ങൾ മറന്നുപോയിരിക്കുന്നു, തക്കാളി ഞങ്ങൾ മറന്നുപോയിരിക്കുന്നു, വെള്ളരിക്ക കക്കരിക്ക ഞങ്ങൾ മറന്നുപോയിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങുന്ന ഹാഷ്ടാഗ് അതാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ക്രൂരമായ ഇസ്രായേലിന്റെ ഈ ചട്ടമ്പിത്തരത്തിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്നവരാണ് ക്രൈസ്തവ യൂറോപ്പ്. എല്ലാ ഒത്താശയും, അതിൽ ഏറ്റവും കൂടുതൽ ഒത്താശ ചെയ്തു കൊടുക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കൻ ഭരണകൂടമാണ്. ഇത്രയധികം കൊന്നൊടുക്കിയിട്ടും ഇപ്പോഴും അമേരിക്ക അതിന്റെ ബജറ്റിൽ നിന്ന് കാര്യമായ സംഖ്യ ഇസ്രായേലിന് കൊടുത്തിരിക്കുകയാണ്. ഇവിടെയാണ് ഞാനും നിങ്ങളും ഒക്കെ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ചുറ്റുമുള്ള, ഗസയ്ക്ക് ചുറ്റുമുള്ള ഈ അറബ് സമൂഹം ഉണ്ടല്ലോ, ഈ അറബ് സമൂഹം കോഴി ജീവിതം നയിക്കുന്ന അറബ് സമൂഹമാണ്. കോഴി ജീവിതം നയിക്കുന്ന കഴുകനെ പറ്റിയിട്ട് ഒരു അമേരിക്കൻ നാടോടിക്കഥയുണ്ട്. ആ നാടോടിക്കഥ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഒരിക്കൽ ഒരു പട്ടാളക്കാരന് കഴുകന്റെ മുട്ട കിട്ടി. പട്ടാളക്കാരൻ ആ മുട്ട വെറുതെ കളയണ്ട എന്ന് വിചാരിച്ച് തന്റെ വീട്ടിൽ അടയിരിക്കുന്ന കോഴിമുട്ടയുടെ കൂടെ ആ മുട്ട വെച്ചു കൊടുത്തു. അങ്ങനെ 10-20 ദിവസങ്ങൾക്ക് ശേഷം ആ മുട്ട വിരിഞ്ഞു, കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടായി. കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഒരു കഴുകന്റെ കുഞ്ഞുണ്ടായി. അങ്ങനെ അതിങ്ങനെ വളർന്നു വന്നു. ചിക്കിച്ചികിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾ ചിക്കിച്ചികിഞ്ഞ പോലെ കഴുകരും ചിക്കിച്ചികിഞ്ഞുകൊണ്ട് ഭക്ഷിക്കാനൊക്കെ തുടങ്ങി. ഒരു ദിവസം മറ്റു കോഴികളോടൊപ്പം ആഹാരം തേടി മണ്ണ് മാന്തുന്നതിനിടയിൽ കഴുകൻ വെറുതെ മേൽപോട്ട് നോക്കിയപ്പോൾ ഒരു വലിയ പക്ഷി ഇങ്ങനെ പറന്നിങ്ങനെ ആസ്വദിക്കുക, വിമാനം പറക്കുന്ന പോലെ ഇങ്ങനെ പറക്കുകയാണ്. ഇത് കണ്ട ഈ കഴുകക്കുഞ്ഞ് തൻ്റെ കോഴിയമ്മയോട് ചോദിച്ചു, ഏതാണ് ആ പക്ഷി? അപ്പൊ കോഴിയമ്മ പറഞ്ഞു കൊടുത്തു, അത് രാജാളി പക്ഷിയാണ്. നീ എന്തിനാണ് ഇപ്പൊ അതൊക്കെ നോക്കുന്നത്? നാം അതിന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് നോക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കോഴിയമ്മ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കഴുകക്കുഞ്ഞിന് ഓതിക്കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ കഴുകക്കുഞ്ഞിന് കഴുകന്റെ വില എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, മനസ്സിലായിട്ടില്ല. എന്നിട്ട് ആ കഴുകക്കുഞ്ഞ് കോഴി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കോഴി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന കഴുകക്കുഞ്ഞിന്റെ സ്ഥാനത്താണ് ഇന്നത്തെ അറബ് സമൂഹവും അറബ് ഭരണാധികാരികളും എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. അവർക്കൊരു ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടെയാണ് ഒന്നും ചെയ്യാൻ കഴിയാത്തതിനും ചില കാരണങ്ങളുണ്ട്. ഭക്ഷണ സ്വഭാവം ചില മനുഷ്യരെ ആ രീതിയിൽ ആക്കും എന്ന് ഇമാം ഇബ്നു ഖൽദൂൻ ഒരു സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഇമാം ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് അൽ മുഖദ്ദിമ. ആ മുഖദ്ദിമയിൽ അദ്ദേഹം ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ സ്വാധീനം നിലപാടുകളിൽ പ്രകടമാവുമെന്നാണ് ഇബ്നു ഖൽദൂൻ പറയുന്നത്. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ സ്വാധീനം എന്താ അദ്ദേഹം പറയാണ്, അക്കലൽ അറബ് അൽ ഇബിൽ ഫഅഖദു മിൻഹൽ ഗീറ വൽ ഗിൽദ. ആദ്യകാലഘട്ടങ്ങളിൽ അറബ് സമൂഹം അവർ ഒട്ടകത്തിന്റെ മാംസമാണ് കഴിച്ചത്. അതുകൊണ്ട് അവർക്ക് നല്ല ഗീറത്തും അഭിമാന ബോധവും പരുഷതയും ഒക്കെ അവർക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ തുർക്കികൾ കഴിച്ചിരുന്നത് കുതിരയെ കഴിച്ചിരുന്നു, കുതിരയുടെ മാംസമാണ് കഴിച്ചിരുന്നത്. അതുകൊണ്ട് അവർക്ക് അങ്ങേയറ്റം ധൈര്യവും ശക്തിയും അവർക്കുണ്ടായിരുന്നു. ഇങ്ങനൊക്കെ ഓരോ വിഭാഗത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഈ കോട്ടിംഗ് കൊടുത്തുകൊണ്ട് അറബ് സമൂഹത്തിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതൻ പറഞ്ഞു, ഇന്ന് അറബ് സമൂഹം നന്നായി കഴിച്ചുകൊണ്ടിരിക്കുന്നത് കോഴിയാണ്. അതുകൊണ്ട് അവർ കോഴിയുടെ സ്വഭാവമാണ് കാണിക്കുക. കോഴിങ്ങനെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കഴുകന്റെ ശ്രദ്ധ ഇങ്ങോട്ട് ആകർഷിപ്പിക്കും. അത് തലയുയർത്തി നോക്കുകയില്ല, കീഴ്പോട്ട് മാത്രമേ നോക്കുകയുള്ളൂ. ഇതുപോലെ കോഴി മാംസം നന്നായി കഴിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തിനും പ്രത്യേകിച്ച് അറബ് സമൂഹത്തിനും
അവരുടെ ഭക്ഷണ ശൈലി, അവരുടെ സ്വഭാവം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം ഒരു സന്ദർഭത്തിൽ പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ കോഴി ജീവിതം നയിക്കുന്ന അറബ് ഭരണാധികാരികളോട് ഒരിക്കൽ മർഹൂം ഷെയ്ഖ് യൂസുഫുൽ ഖർദാവി വളരെ ധീരമായ ഒരു ചോദ്യം ചോദിച്ചു. ഡോക്ടർ യൂസുഫുൽ ഖർദാവി നിലപാടുകളുടെ രാജകുമാരനാണ്, നിലപാടുള്ള പണ്ഡിതനാണ്, ധൈര്യശാലിയാണ്. ഡോക്ടർ യൂസുഫുൽ ഖർദാവി, അദ്ദേഹത്തെ ഭയമാണ്. ആ മഹാനായ പണ്ഡിതനെ സൗദി അറേബ്യയിലെ ആളുകളും ഭരണാധികാരികളും ദുബൈയിലെ ഭരണാധികാരികളും അങ്ങേയറ്റം വെറുത്തിരുന്നു, പേടിയോടെയാണ് കണ്ടിരുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ അറബ് കോഴി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന അറബ് സമൂഹത്തോട്, അറബ് ഭരണാധികാരികളോട് ഡോക്ടർ യൂസുഫുൽ ഖർദാവി ചോദിച്ചു, മാദാ സതഖൂലൂന ലിത്താരീഖി അൻ തഖല്ലികും അൻ മസ്ഊലിയതികും അമാമ വലമ. അക്രമികളുടെ മുമ്പിൽ ഉത്തരവാദിത്തം നിർവഹിക്കാത്ത നിങ്ങളെ സംബന്ധിച്ച് നാളെ ചരിത്രം നിങ്ങളോട് ചോദിക്കും. ചോദിച്ചാൽ എന്താ നിങ്ങൾ പറയുക? നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഗസയുടെ വിഷയത്തിൽ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആറുൻ അലൈക്കും ദുബിഹ ഇഖ്വാനുക്കും ഫീ ഗസ വഅൻതും ലാ തതഹറകൂൻ. നിങ്ങളുടെ സഹോദരങ്ങൾ ഗസയിൽ അറുകൊല ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ ഇനിയും എന്തേ ഇളകാത്തത്? ഇത് ചരിത്രം നാളെ നിങ്ങളോട് ചോദിക്കും. ഇത് നിങ്ങൾക്ക് വഷളത്തരമാണ്, ചരിത്രം നിങ്ങളെ കൈകാര്യം ചെയ്യും. ഡോക്ടർ യൂസുഫുൽ ഖർദാവി പറയുന്നു, വത്താരീഖു സയുഹാസിബുകും അലാ മൗഖിഫികും. നിങ്ങളുടെ ഈ വളരെ മോശമായ ഈ നിലപാടുണ്ടല്ലോ, ഈ നിലപാട് നാളെ വിചാരണ ചെയ്യപ്പെടും. യാ അയ്യുഹൽ ഹുക്കാം, അല്ലയോ ഭരണാധികാരികളെ, ആറുന അലൈക്കും, ഇത് നിങ്ങൾക്ക് അങ്ങേയറ്റം വഷളത്തരമാണ്. വലാ നുരീദു അൻ നഖൂല ഹറാമുൻ അലൈക്കും. ഗസയുടെ വിഷയത്തിൽ നിങ്ങൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടുണ്ടല്ലോ, ഈ നിലപാട് ഹറാമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. കാരണം ലാ യുഹിമ്മുൽ ഹലാലു വലൽ ഹറാം, നിങ്ങൾക്ക് ഹറാമും ഹലാലും എന്താണെന്ന് അറിയില്ല. അറബ് സമൂഹത്തോട് ഖർദാവി പറയാണ്, നിങ്ങൾക്ക് ഹറാമും ഹലാലും എന്താണ്, അതിനെ സംബന്ധിച്ച് പ്രാധാന്യം നിങ്ങൾക്ക് അറിയുകയില്ല. ആറുൻ അലൈക്കും, പക്ഷെ ഞാൻ നിങ്ങളോട് ലിദാലിക നഖൂൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗസയിലെ നിങ്ങളുടെ സഹോദരങ്ങൾ അറുകൊല ചെയ്യപ്പെടുന്നത് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വഷളത്തരമാണ്. ആറുൻ അലൈക്കും അൻ തജിദു ഇഖ്വാനകും അമാമകും യുദമ്മറൂൻ വയുദ്ബഹൂൻ. ഖർദാവി, യൂസുഫുൽ ഖർദാവി, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങേയറ്റം ശക്തമായി ഇടപെട്ട ആളാണ്. ഇന്ന് അങ്ങനെ ഒരു പണ്ഡിതൻ മുസ്ലിം ലോക നേതൃത്വത്തിനില്ല. അതിന്റെ എല്ലാ കുറവും ഇന്ന് മുസ്ലിം ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ധീരമായ പ്രസ്താവനകൾ നടത്തുവാൻ, ചോദ്യം ചെയ്യുവാൻ മുസ്ലിം ലോകത്ത് ഇന്ന് അങ്ങനെ ഒരു അറിയപ്പെട്ട ഒരു ആലിം ഇല്ല, ഒരു പണ്ഡിതൻ ഇല്ല. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, യാ അഹ്ഫാദ അബീ ഉബൈദ വ ഖാലിദ് ബിനുൽ വലീദ്, അബൂ ഉബൈദയുടെ പേരക്കുട്ടികളെ, ഖാലിദ് ബിൻ വലീദിന്റെ പേരക്കുട്ടികളെ, താരിഖ് ബിൻ സിയാദിന്റെ പേരക്കുട്ടികളെ, ചരിത്രത്തിൽ വലിയ വലിയ വിജയഗാഥ രചിച്ച പേരക്കുട്ടികളെ, നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങൾ ഇനിയും നിസ്സംഗത പുലർത്തുകയാണ് എങ്കിൽ ചരിത്രം നിങ്ങളെ ചവറ്റുകൊറ്റയിലേക്ക് എറിയും. ഇന്ന താരീഖ സയുക്നിസുകും ബിമിക്നസതിഹി ഇദാ ലം തതഹറകു. ഇത് ഇപ്പോ തൊട്ടു മുമ്പ് ഇതേപോലെ ഗസയിൽ പ്രശ്നമുണ്ടായപ്പോൾ അന്ന് ഡോക്ടർ യൂസുഫുൽ ഖർദാവി അറബ് ലോകത്തെ ഭരണാധികാരികളും ജനങ്ങളോട് പറഞ്ഞ വർത്തമാനമാണിത്. ഇന്നും അത് തന്നെയാണ് അവസ്ഥ. ഇവിടെ എന്താണ് പരിഹാരം? ഈ അവസ്ഥയിൽ ഗസയുടെ മുന്നിലുള്ള പരിഹാരം എന്താണ്? നിലവിലുള്ള അന്താരാഷ്ട്ര പണ്ഡിത സഭയുടെ അധ്യക്ഷൻ അൽ ഖറദാഗി, ഖറദാഗി എന്നൊക്കെ പറയാറുണ്ട്. അദ്ദേഹം പറയുകയാണ്, മുസ്ലിം പൊതുസമൂഹത്തെ വിളിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ തീർത്തുവെച്ച ഉപരോധമുണ്ടല്ലോ, ആ ഉപരോധം നിങ്ങൾ ഭേദിക്കുവിൻ. അറബ് സമൂഹത്തോട് പറയാം, നിങ്ങൾ ജിഹാദിലേക്ക് ഇറങ്ങുവിൻ. ഇസ്രായേലിനെയും അമേരിക്കയെയും പാഠം പഠിപ്പിക്കുവാൻ മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരുടെ കേവലം ചില ഉപദേശങ്ങൾ മതിയാകുകയില്ല. ആയുധമെടുത്തുകൊണ്ട്, നിങ്ങളുടെ കൈവശം ആയുധമുണ്ടല്ലോ,
ആ ആയുധം എടുത്തുകൊണ്ട് നിങ്ങൾ ഗസ്സയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങൂ എന്ന് നിലവിലുള്ള അന്താരാഷ്ട്ര പണ്ഡിത സഭ അധ്യക്ഷൻ പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. മക്കയിലും ഇതുപോലൊരു ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ഷഅബ് അബി താലിബിൽ. ആ ഉപരോധത്തിൽ വല്ലാത്ത ഉപരോധമാണ് ആ ഉപരോധം. ഇതേപോലെ തന്നെ പട്ടിണി. ഒരു സഹാബി പറയാണ്, മൂത്രമൊഴിക്കാൻ മുട്ടിയപ്പോൾ ഞാൻ മൂത്രമൊഴിച്ചപ്പോൾ ചടപടാതുള്ള ശബ്ദം കേട്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി ഈന്തപ്പന ഓലയിലാണ് ഞാൻ മൂത്രമൊഴിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. തിന്നാൻ ഒന്നുമില്ലാത്ത അവസ്ഥ. വൃക്ഷത്തിന്റെ ശിഖിരങ്ങളും മറ്റുമൊക്കെയാണ് അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ താൻ മൂത്രമൊഴിച്ച ആ ശബ്ദം കേട്ട ആ ഈന്തപ്പന ഓല അദ്ദേഹം എടുത്തുകൊണ്ട് അത് തുടച്ച് വൃത്തിയാക്കി ആ ഈന്തപ്പന പട്ട കഴിച്ചിരുന്നു. അത്രമാത്രം സഹാബികൾ അന്ന് ഷഅബ് അബി താലിബിൽ പീഡിപ്പിക്കപ്പെട്ടു, ഉപരോധിക്കപ്പെട്ടു. അന്ന് സ്വന്തം സഹോദരങ്ങൾ പട്ടിണി കൊണ്ട് വലയുമ്പോൾ അന്ന് മക്കയിലെ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ പ്രഗത്ഭരായ 5 പേരുണ്ടായിരുന്നു. ആ 5 പേർ തെരുവിലിറങ്ങിക്കൊണ്ട് അവർ ആ ഉപരോധത്തെ അട്ടിമറിച്ചു, ഭേദിച്ചു. ആരാണ് 5 പേർ? മുശ്രിക്കുകളാണ്, മക്കയിലെ മുശ്രിക്കുകളാണ് അവർ. ഇതൊക്കെ ഹംസത്തുമ്മിൻ മുശ്രിക്കി ഖുറൈശ്. ആ 5 പേർ ഹിഷാം ഇബ്നു അംർ, മുത്തഇം ഇബ്നു അദി, അബിൽ ബുഖ്തരി ഇബ്നു ഹിഷാം, സുമഅത്ത് ഇബ്നു അസ്വദ്, സുഹൈർ ഇബ്നു ഉമയ്യ. ഇങ്ങനെ പ്രഗത്ഭരായ 5 മുശ്രിക്കുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സഹോദരങ്ങൾ പട്ടിണി കൊണ്ട് വലയുമ്പോൾ നാം നന്നായി ഭക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിലിറങ്ങി ഉപരോധത്തെ അങ്ങോട്ട് ഇല്ലാതാക്കി കളഞ്ഞു. മുസ്ലിം ലോകത്ത് ഇങ്ങനെ ആരുമില്ലേ? ഈ ഉപരോധത്തെ ഇല്ലാതാക്കുവാൻ, അട്ടിമറിക്കുവാൻ, ഭേദിക്കുവാൻ മുസ്ലിം ലോകത്ത് ആരുമില്ല എന്ന ചോദ്യം മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഗസയിൽ സംഭവിക്കുന്ന ഓരോന്നിനും നാം വിചാരണ ചെയ്യപ്പെടും, നമ്മളും വിചാരണ ചെയ്യപ്പെടും. നമ്മുടെ മനോഭാവം എന്താണ്? നമ്മുടെ മനസ്സെന്താണ്? നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? നാം അവർക്ക് വേണ്ടി കരയുന്നുണ്ടോ? ഇതൊക്കെ നാളെ നമ്മളും വിചാരണ ചെയ്യപ്പെടും. അതുകൊണ്ട് അഖിലേന്ത്യാ അന്താരാഷ്ട്ര പണ്ഡിത നേതൃത്വവും കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറുമൊക്കെയും മുസ്ലിം സമുദായത്തോട് പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ഗസ നിവാസികൾക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്ന് പറയുന്നത് അത് വല്ലാത്ത ഒരു ആയുധമാണ്. ആ ആയുധത്തിന് മൂർച്ചയുണ്ട്, ആ ആയുധത്തിന് ശക്തിയുണ്ട്. ആ പ്രാർത്ഥന ഞാനും നിങ്ങൾ നിർവഹിക്കണം. നാം ഒരു കാലത്ത് കുറച്ചൊക്കെ നാസിലത്തിന്റെ കുനൂത്ത് നമ്മൊക്കെ ഓതിയിരുന്നു. അതൊക്കെ കുറച്ചു കഴിഞ്ഞപ്പോ മറന്നുപോയി. ഇപ്പൊ അതാരും ചൊല്ലുന്നില്ല, പ്രാർത്ഥനയുമില്ല, അവർക്ക് വേണ്ടിയുള്ള കരച്ചിലുമില്ല, അവരുടെ വിഷയം സംസാരിക്കുന്നതൊക്കെ മറന്നുപോയി. ഈ അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഞാൻ പറയുന്നത് ഈ മഹലിൽ നന്നെ ചുരുങ്ങിയത് സുബഹി നമസ്കാരത്തിലെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദിവസങ്ങൾ നാസിലത്തിന്റെ കുനൂത്ത് ഓതണം. ആ ഇമാമിന് ആരാണോ ഇമാം, ആ ഇമാമിന് പ്രത്യേകം പ്രാർത്ഥനകൾ പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് നാസിലത്തിന്റെ കുനൂത്ത് ഓതണം. ഇത് നാം ചെയ്യേണ്ട പണിയാണ്. അതിന് പുറമെ നാം ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നമാ യൻസുറുല്ലാഹു ഹാദിഹിൽ ഉമ്മ ബിളഈഫിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിലെ അങ്ങേയറ്റത്തെ ദുർബലരായ ആളുകളെ അല്ലാഹു സഹായിക്കും. എപ്പോൾ? ബിദഅവതിഹിം വസലാത്തിഹിം വഇഖ്ലാസിഹിം. ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടർ ഉണ്ട് എങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. കാരണം അതാണ് ഹിയൽ അസ്കർ, ദുആ ആണ്, പ്രാർത്ഥനയാണ്. ഹിയൽ അസ്കറുല്ലദീ ലാ യുഗ്ലബ് വൽ ജുൻദുല്ലദീ ലാ യുഖ്ദൽ. ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, പ്രാർത്ഥനയാണ് പരാജയപ്പെടാത്ത സൈന്യം, പ്രാർത്ഥനയാണ് നിന്ദിക്കപ്പെടാത്ത സൈന്യം. നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കൂ, അതിന്റെ റിസൾട്ട് ഉണ്ടാവും. അതുകൊണ്ട് ഞാനും നിങ്ങളും ഗസ നിവാസികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നാസിലത്തിന്റെ ഖുനൂത്ത് ഓതണം. 5 സമയവും അവർക്ക് വേണ്ടി ഒറ്റയ്ക്കൊറ്റയ്ക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ അവർ കൂടി കടന്നു വരേണ്ടതുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒക്ടോബർ 7-ന് ശേഷം തുടങ്ങിയ ഈ നരനായാട്ട് അന്ന് മുതൽ എനിക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ പറയാൻ കഴിയും, എന്റെ എല്ലാ പ്രാർത്ഥനയിലും, ഓരോ വക്തിലെ പ്രാർത്ഥനയിലും ഞാൻ ഗസക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞാൻ ഗസ നിവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതെനിക്ക് ആരുടെ മുമ്പിലും പറയാൻ കഴിയും. എന്റെ സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് അങ്ങനെ പറയുവാൻ കഴിയുമോ? പ്രാർത്ഥന അങ്ങനെ ഒരു ശീലം ഉണ്ടായിട്ടില്ല എങ്കിൽ
ഇമാമ് മിമ്പറിൽ കയറി ഏതെങ്കിലും ഒരു വരി പ്രാർത്ഥിക്കുമ്പോൾ അതിന് ആമീൻ പറയുന്ന പരിപാടി മാത്രമാണ് നമ്മുടെ പ്രാർത്ഥനാ സംസ്കാരമെങ്കിൽ മാറ്റിയെടുക്കണം. ഗസ്സക്കാർക്ക് വേണ്ടി ഇവിടുന്ന് അങ്ങോട്ട് ഓരോ വക്തിലും നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ജോലിക്കും നമ്മുടെ ശാരീരിക സ്വസ്ഥത്തിനും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ അതിനേക്കാൾ അപ്പുറം ഗസ്സയുടെ ആളുകളും കടന്നു വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ ഗസ്സക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ. ഒന്ന്, പത്തിരിപ്പാല മൗണ്ട് സീനയിൽ നീറ്റ് കോഴ്സിന് വേണ്ടിയുള്ള പ്രത്യേക കോച്ചിങ് നടക്കുന്നുണ്ട്. +1 +2വിനോടൊപ്പം നീറ്റ് കോച്ചിങ് കൂടിയുള്ള പുതിയ കോഴ്സ് അവിടെ ആരംഭിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അക്കാഡമിയാണ് ഷഹീൻ അക്കാഡമി. അവരുമായി ടൈപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു കോച്ചിങ് സംവിധാനം പത്തിരിപ്പാല മൗണ്ട് സീനയിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിൽ പെൺകുട്ടികൾക്കാണ് ഇപ്പോൾ പ്രവേശനമുള്ളത്. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ആ നിലയിൽ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ട് എങ്കിൽ അവർക്ക് ഏറ്റവും നല്ല സുവർണാവസരമാണ്. ഹോസ്റ്റൽ സംവിധാനത്തോടുകൂടി നീറ്റ് കോഴ്സിങ് അവിടെ നടക്കും. ഒപ്പം +1 +2 ഒപ്പം തന്നെ ഇസ്ലാമികമായ അച്ചടക്കവും മര്യാദകളും ഒക്കെ അവിടെ നിന്ന് നമുക്ക് ലഭിക്കും. ഇൻഷാ അല്ലാഹ് ആ സംവിധാനം പരമാവധി അതിൽ താല്പര്യമുള്ള ആളുകൾ ഉപയോഗപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്. രണ്ടാമത്തെ സംഗതി, നമ്മുടെ ഉളുഹിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഗതിയാണ്. ഉളുഹിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഷെയർ പുറത്ത് വെച്ച് കമ്മിറ്റി ഭാരവാഹികളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. എല്ലാവരും ആ വിഷയത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തണമെന്ന് ഉണർത്തുകയാണ്. കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചിരുന്നു, സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കെ അതിൽ സഹകരിക്കാത്തവൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവൻ നമ്മുടെ മുസല്ലയിലേക്ക് വരാതിരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ആ വിഷയം ഗൗരവത്തിലെടുക്കണമെന്ന് സൂചിപ്പിക്കണം. മറ്റൊരു സംഗതി, നമ്മുടെ മൂച്ചിക്കാട്ടിൽ താമസിക്കുന്ന KSRTC ഇസ്മായിൽ റാവുത്തർ, അദ്ദേഹം അല്പം മുമ്പ് മരണപ്പെട്ട വിവരം എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഖബറടക്കം അലത്തൂർ ജുമാ മസ്ജിദിൽ അസറിന് ശേഷമാണ് നടക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരേതന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ കുടുംബത്തിലുണ്ടായ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ച് കൊടുക്കുമാറാവട്ടെ. സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിലേക്ക് യാത്രയായി പോയ എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബറിടം റബ്ബ് സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസം അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ച് തരുമാറാവട്ടെ. ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നല്ല ജോലി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സാമ്പത്തിക കടബാധ്യതകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം ദൂരീകരിച്ച് കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم انصر المسلمين في غزة يا الله، واشف مرضاهم وجرحاهم يا الله، وأطعمهم طعاما لذيذا وأشربهم ماء طهورا. اللهم حرر المسجد الأقصى من أيدي اليهود الفاشيين. اللهم دمر اليهود الفاشيين الصهيونيين يا الله. اللهم دمر سلطنة أمريكا يا الله. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.